അപ്പൊ പിതാവ് പറഞ്ഞു അമ്മച്ചിയാണെ കുഞ്ഞിലെ ഒരു താരാട്ടുപാട്ടൊക്കെ പാടി കൊടുക്കുമായിരുന്നെന്ന്. ആ പാട്ട് ഞങ്ങക്ക് വേണ്ടി ഒന്ന് പാടിത്തരാവോ? എന്നാ ആ താരാട്ടുപാട്ട് അമ്മച്ചി കുഞ്ഞായിരിക്കുമ്പോ പാടുന്നേ. തേനോളും കൊച്ചു കുഞ്ഞ് അല്ലേ? ഡരിരണ്ടരിരരും ഡരിരണ്ടരിരണ്ടരിരരും ഡരിരണ്ടരിരരും ഡരിരം ഡരിരം ഡരിരരും തേനോളും കൊച്ചു കുഞ്ഞേ കിലുകിലം ചെയ്തിടും കൺമണിയേ പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. ചരേ കിഴക്കു സൂര്യൻ മലകളിൽ കുങ്കുമം ചാത്തിടുമ്പോൾ ദൂരെ കുന്നുകയറി വിളകൊയ്യാൻ പോക നീ പൊന്നിഴകേ. കറുങ്കറുപ്പുമേശി വിളഭൂവി കുരിരുൾ മൂടിടുമ്പോൾ മഞ്ഞുമഴ സഹിപ്പാൻ മുതുമുതം ഉണ്ണി വേഗം വളരൂ. നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാൻ ആളുകളില്ലധികം. സ്നേഹത്തിൻ പാനം പാടി വിളകൊയ്യാൻ പോക നീ പൊന്നിഴകേ. പുഞ്ചിരി ചഞ്ചിടുന്ന പുതുമുഖത്ത് പഞ്ചിക വീശി ഒന്ന് നീ പോയിടണേ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിലേക്കായി. അന്നു നീ പോയിടുമ്പോൾ വിളഭൂവി അന്നു നീ മുന്നേറുമ്പോൾ നിൻ സ്നേഹരജനീശോ പുളകത്തിൽ മലർ മാല ചൂടം. തേനോലും കൊച്ചു കുഞ്ഞേ കിലുകിലം ചെയ്തിടും കൺമണിയേ പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. മതി, നല്ല സൂപ്പർ ആയിട്ട് പാടിട്ടോ. വായനൊക്കെ തെറ്റിപ്പോയിട്ട് കാണും. അത് കുഴപ്പമില്ല. പണ്ടേ ഇത്ര അർത്ഥവത്തായ വരികളൊക്കെ പാടി പിള്ളേരൊക്കെ ഇത്രയും ദൈവവിളി പിള്ളേരൊക്കെ അതുകൊണ്ടായിരിക്കും കേറിപ്പോയത്. അതെ, ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പൊ അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? എത്രയുണ്ട്? 95 കഴിഞ്ഞു, 96 ഇപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈശോയെ സ്നേഹിച്ച് പോകാൻ പറ്റുന്നില്ലേ? ഇപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ എഴുതി ഈശോയുടെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുന്നില്ലേ? അത് ചുമ്മാ ഒരു പണിയില്ലാഞ്ഞിട്ട് ചുമ്മാ അങ്ങ് എഴുതുന്നുള്ളൂ. ഒത്തിരി പ്രാവശ്യം ചുമ്മാ ആയിരിക്കും പേനയിൽ എഴുതി വെക്കും പ്രാർത്ഥന. നേരം പ്രാർത്ഥന അല്ലാണ്ട് തന്നെ ആയിരിക്കുന്നത്. പിള്ളേരൊക്കെ അത്തോട് പോകുമ്പോഴും വരുമ്പോഴും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പിള്ളേർക്ക് അങ്ങനെ ചുമ്മാ ഡയറിക്കകത്തൊക്കെ എഴുതിന്. അന്നേരം വന്നപ്പോൾ നമ്മുടെ മോള് പറഞ്ഞു ഇങ്ങനെ പേപ്പറിനകത്ത് എഴുതാനും പറഞ്ഞു. അങ്ങനെയാണ് പേപ്പറിനകത്ത് എഴുതുന്നത്. ഇപ്പോൾ 1 വർഷം ആകുമ്പോഴത്തേനും മുഴുവൻ എഴുതാമായിരിക്കും. കഴിഞ്ഞ് ഓഗസ്റ്റ് 8 തുടങ്ങിയ